എക്സ്പീരിയൻസാ. ധാരാളം പത്രത്തിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെ ഹോളിയാണെന്നറിയാം. എന്നാലും സൗകര്യമായിട്ട് ഇവിടെ വന്ന് ചർച്ചയൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കേരള ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് വന്ന് ഇതൊക്കെ ഏറ്റുവാങ്ങിയേച്ച് തയ്യാറായിട്ടൊക്കെ പോയാലെന്താന്ന് ആലോചിച്ചത്. കാരണം അധിക സമയത്ത് ഇരിക്കാനും പറ്റിയല്ല. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം ഇലക്ഷൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി, മഹാനായ മുഖ്യമന്ത്രി, ജനകീയനായ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ വികസന നായകനായ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും കൂടെ പൊതുവെ കേൾക്കുന്ന ഒറ്റയടിക്ക് പറയാവുന്ന ഒരു ഉത്തരമാണ് ശ്രീ മഹാനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു പരിധിവരെ കൊല്ലപ്പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു രീതിയിൽ പറയാം. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വളരെയധികം നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു മനസ്സിന് ഉടമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മർമ്മത്ത് കുത്തുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ രീതിയിൽ ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ മർമ്മത്ത് കുത്തി ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. കാരണം മർമ്മത്ത് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന ഏതെല്ലാം അഴിമതി ആരോപണങ്ങളാണെങ്കിലും ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ മറ്റെന്തൊരു വിധ ആരോപണങ്ങളാണെങ്കിലും ശരി, അദ്ദേഹം അതിനെല്ലാം അതിശക്തമായിട്ട് തന്നെ നേരിടുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മർമ്മത്ത് കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% പോലും കൂടെ അദ്ദേഹം കുറ്റം ചെയ്യാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ, അതായത് ഒരു സ്ത്രീ പീഡന വീരനായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു കേസെടുക്കുകയും ആ കേസ് CBIക്ക് വരെയും അന്വേഷണം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ എല്ലാ രീതിയിലും ടാർഗറ്റ് ചെയ്ത് ക്രൂശിച്ച് മാനസികമായിട്ട് പീഡിപ്പിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഡിസ്ട്രസ് അത് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വാചകം പറയുകയാണെങ്കിൽ സൈക്കോജെനിക് ഡെത്ത് എന്ന് പറയും. സൈക്കോജെനിക് ഡെത്ത് അതാണ് ശരിക്കും പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ചത്. അതായത് അദ്ദേഹത്തെ മാനസികമായിട്ട് കഠിനമായിട്ട് മാനസികമായിട്ട് മുറിവേൽപ്പിച്ചു. മാരകമായ മുറിവ് മനസ്സിന് നൽകിക്കൊണ്ട് മാനസികമായിട്ട് തളർത്തി, ശാരീരികമായിട്ട് തളർന്ന് രോഗശയ്യയിലായി അവസാനം അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സന്തത സഹചാരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന് വന്ന ഒരു വൈരാഗ്യം. കാരണം KB ഗണേഷ് കുമാറെ 2011, 2013 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയും കുടുംബ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് രണ്ടാമത് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അത് നൽകാതിരുന്ന സാഹചര്യത്തിൽ ഇയാൾക്കിട്ട് ഒരു പണി കൊടുക്കും എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, അതായത് KB ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിൽ എന്ന വ്യക്തി കൊട്ടാരക്കര കോടതിയിൽ പോലും കൂടെ മൊഴി നൽകിയ കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്പോൾ പോലും KB ഗണേഷ് കുമാർ ഇത്രയും വലിയൊരു കൊടുംചതി ചെയ്യും എന്ന് ധരിച്ചിരുന്നില്ല. പക്ഷേ KB ഗണേഷ് കുമാറിനേക്കാളും കൊടുംചതി ചെയ്തിരിക്കുന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. കാരണം KB ഗണേഷ് കുമാർ മുന്നിൽ ഇറങ്ങി കളിച്ചു എന്നുള്ളത് മാത്രമാണ്. KB ഗണേഷ് കുമാറിൻ്റെ ഒരു പിമ്പായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട്
ഉമ്മൻചാണ്ടി സാറിനെതിരെ ലൈംഗിക പീഡന ആരോപണ കഥ പ്രചരിപ്പിച്ച് അതൊരു പരാതിയാക്കി ആ പരാതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ചത് ഉമ്മൻചാണ്ടി സാറിനെ മുഖ്യമന്ത്രി കസേര മോഹിച്ച മറ്റൊരു വ്യക്തി, ഒരു കിങ് പിന്നാണ് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിച്ചത്. ആ വ്യക്തി തന്നെ ആണ് ഇപ്പോഴും നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതും. അതാണ് നമ്മളിവിടെ എടുത്ത് കാണേണ്ട കാര്യം. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതല്ല. ആ ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ ഒരു കളിച്ച കളി ഇപ്പോഴും പലരുടെ നേരെയും കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ആ ഒരു കളി പലയിടത്തും ഇപ്പോൾ ഏൽക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ശരി, ഉമ്മൻചാണ്ടി സാറിനെ അന്നെതിരെ കളിച്ച ആ ഒരു കളി, ആ നികൃഷ്ടമായ കളി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും അതിക്രൂരമായ നികൃഷ്ടമായ പൈശാചികമായ ആ ഒരു കളിയിൽ ഉമ്മൻചാണ്ടി സാറ് ഇല്ലാതായെങ്കിൽ പോലും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറിനേക്കാളും വളരെ ശ്രേഷ്ഠനായ വ്യക്തിയായി ഉമ്മൻചാണ്ടി സാർ മരണശേഷം ഈ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാനായിട്ടുള്ളത്. ഇതേ ഒരു തന്ത്രം പ്രയോഗിച്ച മറ്റ് ചില നേതാക്കന്മാരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ നേതാക്കന്മാരിൽ കളിച്ചതിൽ ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം. അത് നമ്മളിവിടെ എടുത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ SSP എന്ന ഒരു വിഭാഗം കൂട്ടിച്ചേർന്നുകൊണ്ട്, അതായത് കോൺഗ്രസ്സിലെ തന്നെ സതീശനിസ്റ്റുകളും അതുപോലെ BJP മുന്നണിയിലെ സംഘിസ്റ്റുകളും അതുപോലെ പിണറായിസ്റ്റുകളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് ഉമ്മൻചാണ്ടി സാറിനെതിരെ നടത്തിയ കളി പോലെ അങ്ങ് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അത് അവർക്ക് തന്നെ പാരയായിട്ടും വരുന്നു. ഈ കളിച്ചവർക്ക് തന്നെ പാരയായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഒരു ചൊല്ല് പറയാറുണ്ട്, ഞങ്ങൾ തീയിൽ കുരുത്ത ഒരു വെയിലത്ത് പാടില്ല എന്ന്. പക്ഷേ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിനകത്ത് മറ്റൊന്നാണ് പറയാൻ നോക്കാനുള്ളത്. അതായത് അഗ്നി കുണ്ടത്തിൽ ജനിച്ചു വളർന്നവനെ ഈ ഓലപ്പടക്കം കാട്ടി ഓലപ്പടക്കത്തിൽ പൊട്ടിച്ച് പേടിപ്പിക്കാൻ നോക്കിയാൽ പേടിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും കൂടെ രാഹുൽ മാക്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിന് കിട്ടിയ ഒരു സ്വീകാര്യത, അവിടെയാണ് നമ്മളിതൊക്കെ കാണേണ്ടത്. ആ വ്യക്തിക്ക് ജനകീയ അടിത്തറ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളിൽ മഹാഭൂരിപക്ഷം, ലോകത്തുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും രാഹുൽ മാക്കൂട്ടത്തിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം എന്ന് നമ്മളിപ്പോൾ പറയേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസമായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് പോലും. അതായത് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ വെറും 2 മണിക്കൂർ കൊണ്ട്, നമ്മളത് അവിടെയാണ് ആ വ്യത്യാസം കാണേണ്ടത്. 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് കണ്ടിരിക്കുന്ന 63,500 പേരാണ്. അതുപോലെ തന്നെ 9,000 പേര് അതിനെ ലൈക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 12,700 പേര് ഷെയർ ചെയ്യുന്നു. 2 മണിക്കൂർ കൊണ്ട് സംഭവിച്ചതാണ്. ഇതേ 2 മണിക്കൂറിൽ പിണറായി വിജയൻ, നമ്മുടെ കേരളത്തിൻ്റെ മഹാനായ മുഖ്യമന്ത്രി എന്നൊക്കെ സ്വയം അവകാശപ്പെടുകയും പിണറായിസ്റ്റുകൾ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിന് 2 മണിക്കൂർ കൊണ്ട് കണ്ടിരിക്കുന്നത് വെറും 4,000 പേരാണ്. അതുപോലെ തന്നെ 503 കമൻസ്, 561 ഷെയറും. അതായത് പിണറായി വിജയൻ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ 15 ഇരട്ടി ലൈക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കമൻസ് ആണെങ്കിൽ 17%, ഷെയറിംഗ് ആണെങ്കിൽ 22% കൂടുതലാണ്. 22 ഇരട്ടി. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്രയ്ക്കും, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു 10-1 പോലും ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ 15-1 പോലും ഇല്ല എന്നുള്ളിടത്താണ് പിണറായി വിജയൻ്റെ അംഗീകാരം വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ ഏതൊരു വ്യക്തികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അത്രയ്ക്കും ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം. എന്നിപ്പോൾ ശരിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവരക്തങ്ങളിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാക്കൂട്ടം, ശ്രീനാദേവി കുഞ്ഞമ്മ, ജിൻഡോ ജോണ്, അങ്ങനെ ഒരു പിടി യുവ നേതാക്കൾ. പക്ഷേ ഇവരൊക്കെ കൂടെ കൂട്ടുചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് വില ഉള്ളൂ. അവിടെ രാഹുൽ മാക്കൂട്ടം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് പോലെ, അതായത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ടീമിൻ്റെ സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള കളിക്കാരനെ പുറത്തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീമിനെ മൊത്തം ബാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തി അവിടെ കളിക്കളത്തിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ കളിക്ക് മങ്ങലേറ്റു എന്ന് മാത്രമാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഏതായാലും അതിൻ്റെ തിക്താനുഭവം
ഈ SSP എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് മുന്നിൽ ആരാച്ചാരെ പോലെ നിന്ന് പ്രവർത്തിച്ച സതീശനിഷ്ഠയുള്ള തലവനായ VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.